എന്തുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഒരു ഗിയറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഗിയർ വീഴാതിരിക്കുന്നത്? ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിന്റെ അളവ് കുറയുന്നത്. ട്രാൻസ്മിഷൻ ഫ്ലൂയിഡാണ് ഗിയറുകളെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതും സ്മൂത്തായി ഗിയർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ സഹായിക്കുന്നതും. അപ്പോൾ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിന്റെ അളവ് കുറയുന്നത് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിൽ കുഴപ്പങ്ങൾ നേരിടാം. ഡാമേജ് ആയ ക്ലച്ചാണ് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും വേർപെടുത്തുന്നതും. അങ്ങനെ വരുമ്പോൾ ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ ഡിസെൻഗേജ് ആയാൽ മാത്രമാണ് നല്ല രീതിയിൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡാമേജ് സംഭവിച്ച ക്ലച്ച് നല്ല രീതിയിൽ എഞ്ചിനിൽ നിന്ന് ഡിസെൻഗേജ് ആവാതിരുന്നാൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ സാധിക്കാതെ വരും. ഗിയർ ബോക്സിലെ ഗിയറുകൾ ഡാമേജ് ആവുന്നത്, നല്ല രീതിയിൽ ക്ലച്ച് അപ്ലൈ ചെയ്യാതെ ഗിയർ ചേഞ്ച് ചെയ്യുന്നതും, അതുപോലെ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിന്റെ അളവ് കുറയുന്നതുമെല്ലാം ഗിയർ ഡാമേജ് ആകുന്നതിനുള്ള കാരണമാകാം. ഇത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഗിയർ ചേഞ്ച് ആവാതിരിക്കാനുള്ള കാരണമാണ്. ഷിഫ്റ്റ് ലിങ്കേജിന് ഏതെങ്കിലും വിധത്തിലുള്ള ഡാമേജ് ഉണ്ടാകുന്നത്. ഷിഫ്റ്റ് കേബിളാണ് ഗിയർ ലിവറിൽ നിന്ന് നമ്മൾ നൽകുന്ന ഇൻപുട്ട് ട്രാൻസ്മിഷനിലേക്ക് എത്തിക്കുന്നത്. ഈ ലിങ്കേജ് ഡാമേജ് ആയാൽ ഗിയർ പ്രോപ്പറായി മാറ്റാൻ സാധിക്കില്ല. വാഹനത്തിന്റെ ഓണേഴ്സ് മാനുവലിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് മാറ്റേണ്ട സമയത്ത് മാറ്റുകയും അളവ് കുറയുകയാണെങ്കിൽ റീഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. ഹാർഡായി ആക്സിലേഷൻ കൊടുക്കുന്നതും അതുപോലെ ബ്രേക്ക് ചെയ്യുന്നതും ട്രാൻസ്മിഷനിൽ കൂടുതൽ സ്ട്രെസ് നൽകുന്നതിനുള്ള കാരണങ്ങളാണ്. അതുപോലെ ഓവർലോഡിൽ ഡ്രൈവ് ചെയ്യാതിരിക്കുക. കൃത്യമായ സമയങ്ങളിൽ വാഹനം സർവീസ് ചെയ്യാൻ ശ്രമിക്കുക.